ഞാൻ കുറച്ച് നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു. എന്ത് പറ്റി? ഞാൻ റെയിൽവേ ട്രാക്കിൽ പോയി. ഞാൻ VMTV ന്യൂസിൻ്റെ ആശ്രയ സമ്മാന പരിപാടി എന്നൊരു മെഗാ ലക്കി ഡ്രോയുടെ ഒരു പരസ്യമായിട്ട് ഇവിടെ ജനങ്ങളെ കാണാൻ വേണ്ടി വന്നതായി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇവിടെ നേരത്തെ റെയിൽവേയിൽ അവിടെ പോയി ആത്മഹത്യ ചെയ്യാൻ പോയി. അതൊക്കെ ജീവിത പ്രശ്നങ്ങൾ. അയ്യോ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. എൻ്റെ ഈ പ്രശ്നത്തിന് ആർക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ പറ്റില്ല. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമേ അല്ല. അതാദ്യം മനസ്സിലാക്കും. അത് എനിക്കും അറിയാം, പക്ഷെ അതൊക്കെ വാചകത്തിൽ പറയാൻ മാത്രമേ കൊള്ളാവൂ. അത് തന്നെ, നമുക്ക് ഈ ആത്മഹത്യ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അപ്പോഴും തോന്നുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് നമ്മൾ മാറിയാൽ നമുക്കതിന് ചിന്തിക്കാൻ പറ്റും, മാറി ചിന്തിക്കാൻ പറ്റും. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് പറയാം, എന്നിട്ട് ചേട്ടൻ തീരുമാനിക്കും ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ത് ചെയ്യണമെന്ന്. പറയൂ. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാളായിട്ട് ഇഷ്ടത്തിലായി. ആ ഒരു ആവേശത്തിൽ വീട്ടുകാരെയും കളഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ വരികയും ചെയ്തു. ഒരു കുട്ടിയായപ്പോഴേ ജീവിതം ഫ്ലോപ്പായി. രണ്ടാമത് ഒരു കുട്ടി കൂടി ആയപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാരായിട്ട് എനിക്ക് 2 കുട്ടികളുണ്ട്. ഇപ്പോൾ അവൻ ജോലിക്ക് പോകത്തില്ല, അഥവാ വല്ലപ്പോഴും ജോലിക്ക് പോയാലും കിട്ടുന്ന പൈസ മൊത്തം കുടിച്ചു കളയുകയും ചെയ്യും. എനിക്ക് വേറെ ജോലിക്ക് പോകാൻ ഡിഗ്രി പാസ്സാവാൻ അന്ന് പറ്റിയതുമില്ല, പിന്നെ പഠിക്കാൻ പോകാനും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മരണത്തെ അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഇപ്പം തന്നെ എറണാകുളത്ത് കണ്ടില്ലേ ഒരു അമ്മ കാണിച്ച ആ ഒരു കുഞ്ചു മകളെയാണ് പുഴയിൽ എറിയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അവിടെ ഒന്ന് സമീപനം പാലിച്ചിരുന്നെങ്കിൽ അവിടെ ആ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. എന്ത് കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ അതങ്ങനെ എടുത്തു ചാടാതിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ എന്തൊക്കെ കേട്ടാലും എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറത്തില്ല. മാറും. നമുക്ക് ഭൂമിയിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. ഇത് തന്നെ നീ കണ്ടോ, ഇതൊരു ആശ്രയ സമ്മാന പരിമഴ മെഗാ ലക്കി ഡ്രോ സീസൺ 2 എന്നൊരു പദ്ധതിയാണ്. അപ്പോൾ എനിക്കിതൊന്നും കാണാനുള്ള ഇതൊന്നുമില്ല. എനിക്ക് ഒന്നാമത് എൻ്റെ പേരിൽ കുറേ ലോണും എടുത്തിട്ട് ആ വീട് വരെ ജപ്തിയുടെ വക്കിൽ നിൽക്കുക. അതാണ് ഞാൻ കുട്ടികളെ ഞാൻ ഇപ്പം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെയുള്ള 11ഓളം കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഇപ്പോൾ രക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് കേരളത്തിനകത്തുള്ള നിരവധി പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴയിലൂടെ നിങ്ങൾ കണക്കുള്ള. കാരണം ആത്മഹത്യ നമുക്കൊന്നിനും ഒരു പരിഹാരമല്ല, എല്ലാം നമുക്ക്. അതാണ് ഞങ്ങളുടെ ഈ ഒരു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് നിരവധി കിടപ്പ് രോഗികൾക്കും അതുപോലെ നിരവധി പേർക്ക് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയുമായി മേഡത്തിന് കണക്കുള്ളവരുടെ മുന്നിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഞാനിന്ന് കണ്ടത് കൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവിതം അവസാനിച്ചല്ലേ. ഒരു ടോക്കൺ ഇട്, കാരണം ഇത് നിരവധി സമ്മാനങ്ങളാണ്. ഇപ്പം തൃശ്ശൂർ സമ്മാനങ്ങളൊക്കെ ഞാൻ കണ്ടല്ലോ. 1ാം സമ്മാനമായി 9 വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ 2ാം സമ്മാനമായി നോക്ക് 10 പേർക്ക് 5 സെന്റ് വെച്ച് 5 സെന്റ് വീതം 2 പേർക്കും 5 സെന്റ് വീതം 10 പേർക്കും. അതാണ്. പിന്നെ അതുപോലെ തന്നെ 3ാം സമ്മാനം മഹേന്ദ്ര കാറാണ്. 3 പേർക്ക് സ്കൂട്ടർ. അതോടൊപ്പം തന്നെ 5ാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ 25 പേർക്ക്. 6ാം സമ്മാനം 100 പേർക്ക് ഗൃഹോപകരണങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളതാണ്. നമുക്കിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു വീട് കിട്ടണമെന്ന് ആഗ്രഹം. അല്ലേ, ഒരെണ്ണം എടുക്ക്. ഞാൻ എന്തായാലും ഒരു കൂപ്പൺ എത്ര രൂപ? 1000 രൂപ. അയ്യോ, 1000 രൂപയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല ഇപ്പോൾ. എന്തായാലും ഒരു കൂപ്പൺ ഞാൻ തരാം. ഒന്നുകിൽ ഫേസ്ബുക്ക് പേജുകളിൽ 200 പേജുകൾ ഷെയർ ചെയ്താലും മതി, അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ 50 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലും മതി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കില്ലേ, ഇൻസ്റ്റ ഉപയോഗിക്കില്ലേ, 200ഓളം പേർക്ക് ഷെയർ ചെയ്താലും ഞങ്ങളൊരു കൂപ്പൺ എന്തായാലും എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇനി ആത്മഹത്യ എന്നുള്ളൊരു നിഘണ്ടു ജീവിതത്തിലേ വരരുത്. അറിയാമല്ലോ, ഇപ്പോൾ ഓരോ സംഭവങ്ങളും ദിനം നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ഭയാനകമാണ് നമുക്ക് കാണുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെയുള്ളൊരു സമയം എന്തായാലും ഞാൻ ഒരു ടോക്കൺ ഒരു കൂപ്പൺ തരികയാണ്. അപ്പോൾ ഈ ഒരു കൂപ്പൺ കിട്ടുമ്പോഴേ ഓൾറെഡി 5 ബാങ്ക് ഉപയോഗിക്കുന്ന ടോക്കൺ ഈ നമ്പർ തന്നെ ഈ നമ്പറാണ് 12756. ഈ ഇതിൽ 5 ടോക്കനാണ് ഞങ്ങൾ ആ ബോക്സിൽ 5 ടോക്കൺ 5 അപ്പോൾ ചാൻസ് കൂടുതൽ കിട്ടും. വീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പാലക്കാട് എവിടെയെങ്കിലും ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ പൈസ ആയില്ലേ. ഓരോ മാസവും നറുക്കെടുപ്പുണ്ട്. എല്ലാ മാസവും 14-ാം തീയതി നമ്മുടെ VMTV ന്യൂസിൻ്റെ ശാന്തിനഗർ ഓഫീസ്, ശാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടറിയുടെ തൊട്ട് താഴെ
ഗവൺമെൻറ് പ്രസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ശാന്തിനഗർ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞങ്ങൾ ലൈവിലൂടെ ഈ ഒരു നറുക്കെടുപ്പ് നടത്തുന്നത്. പൈസ ഞാൻ ഒന്നീ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തന്നെ വാങ്ങിച്ചു തരണം. അതൊന്നും കാണത്തില്ല കയ്യിൽ, മൊത്തം ഇപ്പം തീർത്തിട്ടുണ്ട്. ഇന്ന് ജോലിക്ക് പോയായിരുന്നു, ഇന്ന് കിട്ടിയ പൈസ ഇന്ന് തന്നെ തീർക്കും. ഇന്ന് മദ്യപാനം ഉണ്ടോ? മദ്യപാനം ഉണ്ട്, ചീട്ടുകളിയുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട് കയ്യിൽ. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഒരെണ്ണം നിങ്ങൾ വെച്ചേക്ക്, ഒരെണ്ണം ഇരിക്കട്ടെ കേട്ടോ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. എവിടെ കണ്ടിട്ടുണ്ടല്ലേ? അന്ന് ട്രെയിനിൻ്റെ ഇടയിൽ പോയപ്പോൾ സമ്മാനം കിട്ടിയില്ല. എനിക്ക് ഒരു വീട് കിട്ടിയത്. എവിടെ ഉള്ള വീട്? ഇവിടെ ട്രിവാൻഡ്രത്തുള്ള വീടാണ് കിട്ടിയത്. പക്ഷെ വീട് എൻ്റെ വീട് അങ്ങ് തൃശ്ശൂരായതുകൊണ്ട് സാറ് പിന്നെ പറഞ്ഞ് പൈസയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ വീടൊക്കെ വെച്ച് ഇപ്പൊ നല്ല. അന്ന് വീട് വേണ്ട, പൈസ മതി എന്ന് പറഞ്ഞാൽ എന്തായാലും ഹാപ്പി ആയല്ലോ. ഹാപ്പിയായി, എൻ്റെ ജീവിതവും ഭദ്രമായില്ലേ. ഇപ്പൊ കുട്ടികളൊക്കെ നല്ല രീതിക്ക് പോകുന്നു. ഹസ്ബൻഡ് മറ്റേ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് അങ്ങ് ജപ്തിയായി. അപ്പൊ ഹസ്ബൻഡ് വരാൻ കൂട്ടാക്കിയില്ല ആദ്യം. ഇപ്പൊ വഴിയിൽ കിടക്കേണ്ട സ്ഥിതി വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഈ വീട്ടിലോട്ട് വന്ന് ഇപ്പൊ മര്യാദയ്ക്ക് നിൽക്കുന്നു, ജോലിക്ക് പോകുന്നു. ഇപ്പൊ എല്ലാം നിർത്തി. ഇപ്പൊ നല്ല രീതിക്ക് നല്ല എൻ്റെ ലൈഫേ സെറ്റിലായി. ഇപ്പൊ അപ്പൊ എന്തായാലും ആശ്രയ സമ്മാന പെരുമഴ കൊണ്ട് സീസൺ 2 കൊണ്ട് ഒരു ഉപയോഗം വന്നല്ലോ. എന്തായാലും വഴിയിൽ വെച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എന്നെ സാറാ ഒരു കൂപ്പൺ കൊണ്ട് എനിക്കിപ്പോ എൻ്റെ ലൈഫ് സെറ്റായി. എൻ്റെ മാത്രമല്ല, എൻ്റെ മക്കളുടെയും ഹസ്ബൻഡിന്റെയും ഒരുപാട് പേരുടെ ജീവിതം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ സീസൺ 3 ഉടനെ തുടങ്ങും, അതിന്റെ ഭാഗമാകണം. അതുപോലെ ഇതേപോലെയുള്ള നിരവധി സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ പറ്റുന്ന ഒരു സുവർണ അവസരം നിങ്ങൾ സീസൺ 3 ഒരുക്കിയിട്ടുണ്ട്. സീസൺ 3 എനിക്ക് ഒരു കൂപ്പൺ അല്ല, ഒരുപാട് കൂപ്പൺ വേണം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം കൂപ്പൺ ഞാൻ എടുക്കും. ഓക്കെ, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന മെഗാ ലക്കി ഡ്രോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. മെഗാ ലക്കി ഡ്രോയിലെ ആദ്യത്തെ സമ്മാനം 10 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ 9 വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനത്തിൽ 13 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിൽ 3ാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. 4ാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് 3 പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ്. 5ാം സമ്മാനം 1-2 പേർക്കല്ല, 25 പേർക്ക് 1 ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിൽ 6ാം സമ്മാനമായി 100 പേർക്കാണ് ഗൃഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗൃഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് 6ാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത്. ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. എല്ലാ മാസവും 14-ാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. ഒരു കൂപ്പൺ എടുക്കുമ്പോൾ 5 ടോക്കണാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം. ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം 5 കൂപ്പൺ ലഭിക്കും. 5 കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് 25 ടോക്കൺ നിക്ഷേപിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. നിക്ക് ഇവിടെ കഴിഞ്ഞില്ല. ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട്. ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ 20 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ്. 200 ഗ്രൂപ്പ്, ഫേസ്ബുക്കിൽ 200 ഗ്രൂപ്പുകൾ, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ 200 വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ്. അതുമാത്രമല്ല, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ 50 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ?